ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇന്നും പ്രതിഷേധമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രതിഷേധമാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇപ്പോൾ നടക്കുന്നത്. അവിടെ ബാരിക്കേഡ് കൊണ്ട് തടഞ്ഞിട്ടുണ്ട് പ്രതിഷേധക്കാരെ. അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഈ ദേശീയവാദ ഉപരോധം ഇവിടെ നടത്തിയത്. ഞങ്ങളിപ്പോ ഇതിൽ നിന്നും പിൻവാങ്ങുന്നത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി താല്പര്യമില്ലാത്തൊരു കാര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പിൻവാങ്ങുന്നത്. ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ ശക്തമായ രീതിയിൽ ഞങ്ങളെ പ്രതിഷേധം ഞങ്ങൾ ശക്തമായ രീതിയിൽ ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. നാളുകളിലും ഇതിന്റെ തുടർ സമരങ്ങളുണ്ടാവും. നിങ്ങൾ പോലീസ് ഗുണ്ടായിസമാണ് നടക്കുന്നത്. പോലീസ് തനി ഗുണ്ടായിസമാണ് ഇവിടെ കാഴ്ചവെച്ചത്. ഒരു സഹപ്രവർത്തകന്റെ തല പ്രജീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ തളിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റിന്റെ തല തല്ലി പൊളിക്കുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഇവിടെ പോലീസിന് കഴിയുന്നില്ല. അവർക്ക് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനാണ് അതിലും വലിയ തിടുക്കം. അതുകൊണ്ട് തന്നെ ഈ പൊതുജനങ്ങളെ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ ജലപീരങ്കി പ്രയോഗമാണ് കാണുന്നത്.
സൈഡിലോട്ട് പോട്ടെ. തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചാണ് സംഘർഷത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ദൃശ്യങ്ങൾ, ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവിധയിടങ്ങളിലെ പ്രതിഷേധങ്ങളാണ് പ്രേക്ഷകർ ഈ പല കളങ്ങളിലായി കാണുന്നത്. 4 സ്ക്രീനിന്റെ 4 ഭാഗങ്ങളിലായി കാണുന്നത് അതാണ് വിവിധയിടങ്ങളിലുള്ള പ്രതിഷേധങ്ങൾ. തിരുവനന്തപുരം, പാലക്കാട്, വയനാട്, എറണാകുളം എന്നിവിടങ്ങളിലെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കാണ് മാർച്ച് നടന്നിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. അതിന് നേരെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് കുട്ടിരിപ്പുകാരി മരിച്ച സംഭവത്തെ തുടർന്ന് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കുകയാണ്. വിവിധയിടങ്ങളിലാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം പ്രതിസന്ധിയിലാക്കിയത് ആരോഗ്യവകുപ്പിനെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടമാണ് ഇപ്പോൾ വലിയ തോതിൽ ആരോഗ്യവകുപ്പിന് വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മന്ത്രി നടത്തിയ പ്രസ്താവന, അതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം വൈകിയത്,
പുതിയ കെട്ടിടം ഒരുക്കിയിട്ടും പഴയ കെട്ടിടത്തിലെ ശുചിമുറി അടക്കം തുറന്ന് പ്രവർത്തിപ്പിച്ച് ആളെ അങ്ങോട്ടേക്ക് കയറുന്ന സ്ഥിതി ഉണ്ടാക്കിയത്. ഇതെല്ലാം തന്നെ ആരോഗ്യ വകുപ്പിനെതിരായ വിമർശനങ്ങളായി വലിയ തോതിൽ ഉയരുകയാണ്. സംസ്ഥാന വ്യാപകമാകെ ആരോഗ്യ വകുപ്പിനെതിരെ, മന്ത്രിക്കെതിരെ പ്രതിഷേധമുയർന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം. ഇപ്പോൾ കാണുന്നത് എറണാകുളത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ. തിരുവനന്തപുരത്ത് നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ. എറണാകുളത്ത് DMO ഓഫീസിന് മുന്നിലേക്കുള്ള പ്രതിഷേധത്തിൽ ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഔദ്യോഗിക വസതിക്ക് നേരെയാണ് പ്രതിഷേധം. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് നേരെയാണ് പ്രതിഷേധം. ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ശക്തി പ്രാപിക്കുന്ന നില ആയതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രിയുടെ സുരക്ഷയടക്കം വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഔദ്യോഗിക വസതിയിലേക്ക് ഇപ്പോൾ ദിവസേന എന്നോണം പ്രതിഷേധ മാർച്ചാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രതിഷേധ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഇത് പാലക്കാടത്തെ ദൃശ്യമാണ് ഈ കാണുന്നത്. വിവിധയിടങ്ങളിൽ വിവിധ ജില്ലകളിൽ പ്രതിഷേധം നടക്കുന്നു. DMO ഓഫീസുകളിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. തിരുവനന്തപുരത്താണ് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടക്കുന്നത്. ഇത് പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. എല്ലായിടത്തും തന്നെ സംഘർഷം രൂപപ്പെടുന്നുണ്ട്. അക്രമാസക്തരാണ് പ്രവർത്തകർ. പോലീസാണെങ്കിലും ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് ഓരോയിടത്തും നമ്മൾ കാണുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം.
ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിലെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് ആദ്യം തുടങ്ങിയതെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം, അവിടെ സംഭവിച്ച അപകടത്തെ തുടർന്ന് കുട്ടിരിപ്പുകാരി മരണമടയുന്ന സാഹചര്യം, ഇതൊക്കെ തന്നെ ആരോഗ്യ വകുപ്പിനെതിരായ പ്രതിഷേധം ശക്തി പ്രാപിക്കാൻ കാരണമായിട്ടുണ്ട്. വലിയ തോതിലുള്ള സംഘടിതമായ ഒരു പ്രതിഷേധം തന്നെയാണ് സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ നടക്കുന്നത്. എല്ലായിടത്തും തന്നെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. പാലക്കാട്ടെയും തിരുവനന്തപുരത്തെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.